പ്രിയരെ, ഇറ്റാനഗർ രൂപതയുടെ ഇടയ ശ്രേഷ്ഠനാണ് ഇന്ന് നമ്മുടെ വിശിഷ്ടാതിഥി മാർ ബെന്നി വർഗീസ് ഇടത്തട്ടേൽ പുൽപ്പറമ്പിൽ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അരുണാചൽ പ്രദേശിൽ മിഷനറി പ്രവർത്തനങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുള്ള മഹാശ്രേഷ്ഠനായിട്ടുള്ള ഒരു പിതാവാണ് ഈ ഇടയ ശബ്ദത്തിൽ ഇന്ന് നമ്മോടൊത്ത് സംവദിക്കുന്നത്. പിതാവെ, അങ്ങേക്ക് ഏറ്റവും ഊഷ്മളമായ സ്വാഗതം. താങ്ക് യു മാത്യു. പിതാവ്, ഇന്ത്യയിലെയും അതുപോലെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ ധാരാളം പിതാവ് പ്രവർത്തിച്ചിട്ടുണ്ട്. എങ്കിലും അരുണാചൽ പ്രദേശിലെ പ്രത്യേകിച്ച് ഇറ്റാനഗർ രൂപതയുടെ പുതിയ ബിഷപ്പായിട്ട് നിയമിതനായപ്പോൾ അങ്ങേക്ക് എന്താണ് തോന്നിയത്? മനസ്സിലെന്തായിരുന്നു? ഞാൻ ആദ്യമായി സേവനമനുഷ്ഠിച്ചിരുന്ന സ്ഥലം നാഗാലാൻഡിലുള്ള കൊഹിമ എന്ന രൂപതയിലായിരുന്നു. 2023 ജൂൺ മാസം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം ഇറ്റാനഗറിൽ രൂപതയിലേക്ക് ഞാൻ പോവുകയാണ് ചെയ്തത്. എന്നോട് പരിശുദ്ധ പിതാവിൻ്റെ പ്രതിനിധിയായ ലിയോ പോൾഡ് ചിറേലി, ദി അപ്പസ്റ്റോളിക് നുൻസിയോ ഓഫ് ഇന്ത്യ, എന്നോട് ആവശ്യപ്പെട്ടു പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ബെന്നി അച്ഛനെ ഇറ്റാനഗർ രൂപതയുടെ മെത്രാനായിട്ട് തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് എനിക്ക് സന്തോഷമുണ്ടായി. പക്ഷെ അതിനേക്കാളുപരി ഞാൻ എങ്ങനെയാണ് ഈ കാര്യം നിർവഹിക്കുവാനായിട്ട് പോകുന്നതെന്ന് എനിക്കൊത്തിരി ആശങ്കകളുണ്ടായിരുന്നു. ഇത് പെട്ടെന്ന് ആകസ്മികമായിട്ടുള്ളൊരു വാർത്തയായിരുന്നു. പല മേഖലകളിലും ആളുകൾ സംസാരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന കൊഹിമ എന്ന രൂപതയിൽ തന്നെ സേവനമനുഷ്ഠിച്ച് അവിടെ ആളുകൾക്ക് എന്നാൽ കഴിയുന്നതൊക്കെ സേവനമനുഷ്ഠിച്ച് മുൻപോട്ട് പോവുക എന്നതായിരുന്നു. പക്ഷേ ഇറ്റാനഗറിലോട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരുസഭയുടെ നിയമം അതാണ്, തിരുസഭയുടെ ആവശ്യം അതാണ് എങ്കിൽ ഞാൻ പോകുവാനായിട്ട് തയ്യാറായി. ഞാൻ എൻ്റെ സമ്മതം പറയുകയാണ് ഞാൻ ചെയ്തത്. വളരെ ആശ്ചര്യത്തോടു കൂടി ഞാൻ അത് കേട്ടു. പക്ഷേ അതിനുശേഷം എൻ്റെ മനസ്സിൽ ഒത്തിരി ആശങ്കകളുണ്ടായിരുന്നു. പക്ഷേ ഈ ആശങ്കകളും എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ഓരോ ചിന്തകളും ദൈവത്തിൽ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ആശങ്കകളൊക്കെ വിട്ടുമാറി. ഞാൻ പറഞ്ഞു, എന്ത് ആയാലും ശരി, ഞാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൃത്യനിഷ്ഠതയോടുകൂടി ചെയ്യുവാനായിട്ട് ഞാൻ സന്നദ്ധനായി എന്ന് ഞാൻ പറയുകയാണ് ഉണ്ടായത്. പിതാവ്, വ്യത്യസ്ത വിശ്വാസങ്ങളുള്ളവർ, അതേപോലെ അരുണാചൽ പ്രദേശിൽ ഒരു 100-ലധികം ഗോത്രവർഗ്ഗക്കാർ അധിവസിക്കുന്ന ഒരു പ്രദേശം കൂടെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രൂപതയിൽ പ്രദേശത്ത് സഭ എങ്ങനെയാണ് അവിടുത്തെ ജനങ്ങളുമായിട്ട് ഇണങ്ങിച്ചേരുന്നത്? ഒപ്പം അവിടുത്തെ ഒരു സംസ്കാരവും കത്തോലിക്ക വിശ്വാസവും എങ്ങനെയാണ് ഒരു സമന്വയം സാധ്യതമാകുന്നത്? അതിനെക്കുറിച്ചൊന്ന് പറയാം. ആദ്യമായിട്ട് ഇന്ത്യയെക്കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ 174 രൂപതകളുണ്ട്. അതിനകത്ത് 15 രൂപതകൾ സ്ഥിതി ചെയ്യുന്നത് നോർത്ത് ഈസ്റ്റിലുള്ള 7 സംസ്ഥാനങ്ങളിലാണ്. ഈ 7 സംസ്ഥാനങ്ങളെ സവിശേഷമായി പറയുന്നത് 7 സിസ്റ്റേഴ്സ് എന്നാണ്. ശരി. ആസാം, നാഗാലാൻഡ്, മണിപ്പൂർ, ത്രിപുര, മിസോറാം, മേഘാലയ ആൻഡ് അരുണാചൽ പ്രദേശ്. ഈ 7 സംസ്ഥാനങ്ങളിലായിട്ട് 15 രൂപതകളുണ്ട്. മാത്യു സാർ ഇപ്പോൾ ചോദിച്ചല്ലോ അവിടെ 100ഓളം ഗോത്രവർഗ്ഗക്കാരുണ്ട് എന്ന്. തീർച്ചയായിട്ടും നോർത്ത് ഈസ്റ്റിൽ ഏകദേശം 200-ൽ അധികം ഗോത്രവർഗ്ഗക്കാരുള്ള സ്ഥലമാണ് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന ഈ 7 സംസ്ഥാനങ്ങൾ. അതിനകത്ത് 104 ഗോത്രവർഗ്ഗക്കാർ താമസിക്കുന്ന ഒരു സംസ്ഥാനമാണ് അരുണാചൽ എന്ന് പറയുന്ന സംസ്ഥാനം. അരുണാചൽ എന്ന് പറയുന്ന സംസ്ഥാനം ഇന്ത്യയുടെ ഏറ്റവും വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. ഭൂട്ടാൻ, ചൈന ആൻഡ് മിയൻമാർ, ഈ 3 രാജ്യങ്ങളുമായി, അതുപോലെ തന്നെ ടിബറ്റിൻ്റെ അതിർത്തി കൂടി അതിർത്തി പങ്കിടുന്ന ഒരൊറ്റ സംസ്ഥാനമാണ് അരുണാചൽ. വിസ്തൃതിയിലും വളരെ ഒത്തിരി വലിയ ഒരു സംസ്ഥാനമാണ്. ഏകദേശം 89,000 സ്ക്വയർ കിലോമീറ്റേഴ്സ് ഉള്ളൊരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്ത്
104 ഭാഷകൾ സംസാരിക്കുന്ന ആളുകളാണ് അവിടെ ജീവിക്കുന്നത്. വളരെ വലിയ വൈവിധ്യമാണുള്ളത്. അതെ, ഒത്തിരി ഏറെ വ്യത്യസ്തരായ അവരുടെ ജീവിത രീതികൾ. അവർ വിശ്വസിച്ചു കൊണ്ടിരുന്നത് ഒരു സ്പിരിറ്റ് വർഷിപ്പേഴ്സ് എന്ന നാമധേയത്തിലാണ്. അതിനുശേഷം ഈ ധോണി പോളോ എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിൽ സൂര്യനെയും ചന്ദ്രനെയും വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. സൂര്യനെ വിളിക്കുന്നത് ധോണി എന്നും ചന്ദ്രനെ വിളിക്കുന്നത് പോളോ എന്നും പറയണം. അപ്പോൾ സൂര്യനെയും ചന്ദ്രനെയും ആരാധിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് അരുണാചൽ എന്ന സംസ്ഥാനം. ക്രിസ്തീയ വിശ്വാസം അരുണാചലിലോട്ട് കടന്നു വന്നിട്ട് അധികം നാളായിട്ടില്ല. വെറും 48 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. അതെ, ആദ്യമായിട്ട് കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കടന്നു വന്നത് 1963 3 യുവജനങ്ങളാണ്. അതിനുശേഷം പതുക്കെ നമ്മളുടെ അൽമേർ വഴി പടുത്തുയർത്തിയ ഒരു സഭയാണ് ഇറ്റാനഗർ എന്ന രൂപത എന്ന് പറയുവാനായിട്ട് എനിക്ക് അതിയായ സന്തോഷവുമുണ്ട്, അഭിമാനവുമുണ്ട്. രൂപത സ്ഥാപിതമായിട്ട് അധികം നാളായിട്ടില്ല. 2005 20 വർഷം മാത്രമേ ആയിട്ടുള്ളൂ രൂപത സ്ഥാപിതമായിട്ട്. പക്ഷേ രൂപത സ്ഥാപിതമാകുന്ന സമയത്ത് ഏകദേശം 30,000 കത്തോലിക്കർ തന്നെ ആ രൂപതയിലുണ്ടായിരുന്നു. ഇപ്പോൾ ഈ അരുണാചൽ പ്രദേശ് പോലെയുള്ള ഒരു മിഷൻ മേഖലയിൽ ഒരു ബിഷപ്പായിട്ട് നിയമിതനായപ്പോൾ പിതാവ് ഏറ്റെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? അങ്ങനെയൊന്നും ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. ഞാൻ ആദ്യമായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച അവരുടെ ഭാഷ പഠിക്കുക എന്നതാണ്. കാരണം ആ സംസ്ഥാനത്ത് 104 ഭാഷയുണ്ട്. പക്ഷേ ഈ എല്ലാ ഭാഷകളും പഠിക്കുവാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് മുൻപിലിരുന്ന ജോൺ തോമസ് കട്ടറോടി പിതാവ് എന്നോട് പറഞ്ഞു, ബെന്നി പിതാവ് ആദ്യമായിട്ട് ഭാഷയൊന്ന് പഠിച്ചെടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ആദ്യത്തെ 15 ദിവസം ഞാൻ അവരുടെ ഭാഷ പഠിക്കുവാനായിട്ട് പോയി. അത് പോസിബിൾ ആണോ? ഞാനൊരു 15 ദിവസം കൊണ്ട് അവർക്ക് സാമാന്യ രീതിയിലൊക്കെ അത്യാവശ്യമൊക്കെ സംസാരിക്കും, കുർബാന ചെല്ലാനായിട്ട് പഠിച്ചു നല്ല അവരുടെ ഭാഷയിൽ. രണ്ടാമത്തെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഭൂപ്രകൃതിയെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി ഏറെ കുന്നുകളും മലകളാലും സ്ഥിതി ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള എല്ലായിടത്തും എല്ലാ സ്ഥലത്തും ഒന്ന് ചെന്ന് എത്തുവാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെയുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ചെല്ലുവാനായിട്ട് എളുപ്പമാണ്. എൻ്റെ രൂപതയുടെ ആസ്ഥാനത്ത് നിന്ന് ഏറ്റവും ദൂരെയുള്ള ഇടവകയിൽ എത്തണമെങ്കിൽ 3 ദിവസത്തെ യാത്രയാണ്. ഏകദേശം 700 കിലോമീറ്റർ എൻ്റെ വാഹനത്തിൽ യാത്ര ചെയ്തതിന് ശേഷം അവിടെ നിന്നും ഒരു ദിവസം നടക്കേണ്ട ഗ്രാമങ്ങളൊക്കെയാണ് എൻ്റെ രൂപതയിലുള്ളത്. അപ്പോൾ രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒത്തിരിയേറെ പിതാവിൻ്റെ ചെറുപ്പം അതിന് സഹായിച്ചിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും. ഞാൻ ജനിച്ചത് കോതമംഗലം അടുത്തുള്ള ഒരു ഗ്രാമം ത്തിൻ്റെ പേരാണ് ഞായപ്പള്ളി എന്ന് പറയുന്ന സ്ഥലമാണ്. 1970 ഞാൻ ജനിച്ചു. ഞാൻ ജനിച്ചു കഴിഞ്ഞ് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന തട്ടേക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. 2.5 കിലോമീറ്റർ നടക്കണം. ഞാൻ കൊച്ചുകുട്ടിയായിരിക്കും 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ ഈ 2.5 കിലോമീറ്റർ നടന്നാണ് ഞാൻ പോയി പഠിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം 5, 6, 7 ക്ലാസ്സുകളിൽ ഞാൻ കുട്ടമ്പുഴ എന്ന് പറയുന്ന ഒരു സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അത് കുട്ടമ്പുഴയ്ക്ക് നടക്കണമെങ്കിൽ ഒരു 3.5-4 കിലോമീറ്റർ നടക്കണം. ഞാൻ നടന്ന സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. 1980 കാലഘട്ടങ്ങളിൽ ഞങ്ങൾ വടാട്ടുപാറ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. വടാട്ടുപാറയിൽ നിന്നും എൻ്റെ അടുത്തുള്ള സ്കൂളിലോട്ട് പോകണമെങ്കിൽ 13 കിലോമീറ്റർ പോകണം. 13 കിലോമീറ്റർ. പക്ഷെ അന്നേരം വാഹന സൗകര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് ഒരു വണ്ടി ഉണ്ടായിരുന്നു. പക്ഷേ ചില ദിവസങ്ങളിലൊക്കെ നടക്കണം. 13 കിലോമീറ്ററൊക്കെ നടന്ന് ഞാൻ പോയ ദിവസങ്ങളുണ്ട്. ബാല്യകാല അനുഭവങ്ങൾ. പക്ഷേ ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന എല്ലാ ദിവസവും മിനിമം 5 കിലോമീറ്റർ സ്കൂളിലോട്ട് നടക്കും, 5 കിലോമീറ്റർ തിരിച്ച് വാഹനം കിട്ടുന്ന സ്ഥലത്ത് വരെ നടക്കും. അപ്പോൾ ദിവസവും ഒരു 10 കിലോമീറ്ററെങ്കിലും ഞാൻ നടന്ന് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നെ ഞാൻ നാഗാലാൻഡിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരുന്നപ്പോഴും പല ഗ്രാമങ്ങളിലും അതെ, അവിടെയും എല്ലാം കുന്നും പ്രദേശങ്ങളാണ്, മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. നാഗാലാൻഡിലെ ഏറ്റവും ഉയരം കൂടിയ മലയുടെ മുകളിൽ എത്തണമെങ്കിൽ 12,000 ഫീറ്റ് ഹൈറ്റിലൊക്കെ നമുക്ക് പോകണം. അരുണാചലിൽ 21,000
ഫീറ്റ് ഹൈറ്റുള്ള മലകളാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ എനിക്കത്ര പ്രശ്നമൊന്നും ആയിട്ട് ഞാൻ തോന്നുന്നില്ല. ബുദ്ധിമുട്ടുകളുണ്ട് നടക്കുമ്പോൾ, പക്ഷേ അവിടെയുള്ള ആളുകളൊക്കെ ബുദ്ധിമുട്ടുകൾ കൂടി ജീവിക്കുന്ന മനുഷ്യരാണല്ലോ. 2 വെല്ലുവിളികൾ അതിജീവിച്ചു. ഒന്ന് ഭാഷയായിരുന്നു, ഒന്ന് ഭൂപ്രകൃതിയായിരുന്നു. രണ്ടാമത്തേന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു എങ്ങനെയായിരിക്കും ഈ ഭക്ഷണ രീതികൾ. പക്ഷേ എനിക്ക് ഈ ഗോത്രവർഗ്ഗക്കാരുടെ ഭക്ഷണ രീതികളുമായിട്ട് ഒത്തിരി അങ്ങ് ഇണചേർന്നങ്ങ് പോകാനായിട്ട് സാധിക്കും. അവർ തരുന്ന ഏത് ഭക്ഷണം വേണമെന്നാലും ഞാൻ കഴിക്കും. കാരണം ഇഫ് യു വാണ്ട് ടു ഡു മിഷൻ, ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് ബി വൺ വിത്ത് ദം ആൻഡ് വൺ എമംഗ് ദം. ഒരു മിഷണറി ആകണമെങ്കിൽ അവിടെയുള്ള ആളുകളെ പോലെ ആകുക, ആ ആളുകളെ പോലെ ജീവിക്കുക. അവരുടെ ഭക്ഷണ രീതികളിലും അവരുടെ വസ്ത്രരീതികളിലും അവർ ജീവിക്കുന്ന ഒരു ചെറിയ ജീവിത രീതിയിൽ നമ്മൾ നയിച്ചു പോവുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ മിഷനൊക്കെ ഒത്തിരി ഒരു ഉണർവേകുന്ന ഒരനുഭവമാണ് ഉണ്ടാകുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അവരുടെ ഇടയിൽ സേവനം അനുഷ്ഠിക്കുക എന്നത്. ഇപ്പം ചിന്തിക്കുമ്പോൾ ഈ കേരളത്തിലെ സഭയും ഈ മിഷണറി പ്രദേശങ്ങളിലെ സഭയും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? നമ്മളുടെ കേരള സഭയും മിഷണറി സഭയായിട്ട് വ്യത്യാസങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മളെല്ലാം ഒരു തിരുസഭയുടെ മക്കളാണ്. അപ്പോൾ നമ്മൾ പാലിക്കുന്ന തിരുസഭയുടെ ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ അത് ആചരിക്കുന്ന രീതികൾ ചിലപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. ഇപ്പോൾ നമ്മളുടെയൊക്കെ ഇവിടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ കുർബാന തുടങ്ങുമ്പോൾ ഒരു ഭക്തിപൂർവമായിട്ട് ഒക്കെ നമ്മൾ ഒരു കുർബാന തുടങ്ങിയാണ്, പാട്ടൊക്കെ പാടി നമ്മൾ തുടങ്ങിയാണ്. പക്ഷെ ഞങ്ങളുടെ അടുത്തൊക്കെ കുർബാനയൊക്കെ തുടങ്ങുമ്പോൾ മിക്ക ആഘോഷങ്ങളും നൃത്തത്തോടു കൂടി ചെയ്യുന്നതാണ്. നൃത്തത്തോടു കൂടി ഒരു സെലിബ്രേറ്റീവ് മൂഡാണ്. എല്ലാവരും പങ്കെടുക്കുന്നു. എല്ലാ കാര്യങ്ങളും കുർബാന തുടങ്ങി കുർബാന തീരുന്നവരെ എല്ലാവരും പള്ളിയിലുണ്ടാവും. പ്രത്യേകിച്ചും അരുണാചൽ എന്ന സംസ്ഥാനത്ത് കഴിഞ്ഞ 3 വർഷം കാലം ഞാൻ കണ്ട ഒരു കാര്യമാണ്. എന്ന് കുർബാനയുണ്ടോ ആ കുർബാനയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടം മക്കളെയാണ് എനിക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. തീഷ്ണതയോടുകൂടിയുള്ള വിശ്വാസം, ദൃഢമായൊരു വിശ്വാസമില്ല, പക്ഷേ തീഷ്ണതയുള്ളൊരു വിശ്വാസമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ 48 വർഷം മാത്രമേ ആയിട്ടുള്ളൂ അവിടെ കത്തോലിക്ക വിശ്വാസം കടന്നു വന്നിട്ട്. പക്ഷേ ഈ 48 വർഷക്കാല അളവിൽ നമുക്ക് ഏകദേശം 40-50% ആളുകൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന ആളുകളാണ്. ഇന്ന് അരുണാചൽ നാം നോക്കുമ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്നും ദൈവം കൈപിടിച്ച് മുൻപോട്ട് നയിച്ച ഒരു രൂപതയെയാണ് എനിക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ രൂപതയുടെ മെത്രാൻ എന്ന നിലയിൽ എനിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അതിലേക്കാൾ ഉപരി ദൈവത്തിന് മഹത്വപ്പെടുത്തുന്നു. കാരണം ഇങ്ങനെ ഉള്ള ഇത്രയോ നല്ല മക്കളുടെ ഇടയിൽ സേവനം അനുഷ്ഠിക്കുവാനായിട്ട് നല്ല ദൈവം ഒരുക്കി തന്ന ഈ അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. അതായത് കേൾക്കുന്നതിൽ ഞങ്ങൾക്കും പ്രേക്ഷകർക്കും ഒക്കെ വലിയൊരു അഭിമാനം തോന്നുന്നുണ്ട്. ഒരു സഭയുടെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണല്ലോ പ്രേക്ഷിത വേല എന്ന് പറയുന്നത്. അപ്പം പുതിയ മിഷനറിമാരെ വാർത്തെടുക്കാനായിട്ട് സഭയുടെ നിലപാടുകൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാവോ? നാം പുതിയ മിഷണറിമാരെ വാർത്തെടുക്കുന്നത് നമുക്കറിയാമല്ലോ. ഒരു മിഷണറി ആകുവാനായിട്ട് നമുക്ക് പല രീതിയിൽ പല മാർഗത്തിൽ കൂടി ഒരു മിഷണറി ആകാൻ സാധിക്കും. ഇപ്പോൾ ഞങ്ങൾ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ അച്ഛനാകണമെങ്കിൽ നമ്മുടെ പഠനമുണ്ട്. അപ്പോൾ നാം പഠിക്കുവാനായിട്ട് ആദ്യം മൈനർ സെമിനാരി, അത് കഴിഞ്ഞ് ഫിലോസഫി, അത് കഴിഞ്ഞ് തിയോളജി, അത് കഴിഞ്ഞാണ് ഒരു 10-12 വർഷ കാലയളവിലെ പഠനത്തിന് ശേഷമാണ് ഒരു വ്യക്തിയെ പുരോഹിതനാക്കുന്നത്. പക്ഷേ പുരോഹിതൻ മാത്രമല്ലല്ലോ മിഷണറിമാർ. നമ്മളുടെ സഭയിൽ സമർപ്പിതരായ എത്രയോ ധന്യരായ സിസ്റ്റേഴ്സുണ്ട്. അവരുടെ പഠനം ഇതുപോലെ തന്നെ അവർക്കും പഠനമുണ്ട്, അവരും മിഷണറിമാരാണ്. പക്ഷേ ഈ വൈദികരും സമർപ്പിതരും മാത്രമല്ല, മാമോദിസ സ്വീകരിച്ച ഓരോ വ്യക്തിയും സമർപ്പിതരും അതുപോലെ തന്നെ ഒരു മിഷണറി ആകുവാനായിട്ട് തിരുസഭ നമ്മെ എല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ്. പരിശുദ്ധാവ് ജോൺ പോൾ II മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനത്തിൽ പറഞ്ഞത് the 4 marks of the church ഉണ്ട്. Church is one, holy, Catholic and apostolic. ഈ 4 ഘടകങ്ങളാണ് ഒരു തിരുസഭയാക്കുന്നത്. പക്ഷേ പരിശുദ്ധാവ് ജോൺ പോൾ II മാർപ്പാപ്പ പറഞ്ഞത് ചർച്ച് ഈസ് ഓൾസോ കോൾഡ് ടു ബി മിഷണറി.
ദ ഫിഫ്ത്ത് മാർക്ക്, പ്രേക്ഷിതത്വമാണ്. പ്രേക്ഷിതത്വം ചെയ്യേണ്ട ആവശ്യം വളരെ അത്യന്താപേക്ഷിതമാണ്. നാം ചെയ്യണം. നമ്മളുടെ കുടുംബങ്ങളിൽ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ കുടുംബങ്ങളിലുള്ള എല്ലാവർക്കും പല നാട്ടിലോ പ്രദേശങ്ങളിലോ ഒക്കെ പോയി നമുക്ക് സംബന്ധിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. പക്ഷേ നമ്മളുടെ കുടുംബ പ്രാർത്ഥനയിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന രീതിയിൽ നമ്മളുടെ ക്രിസ്തീയമായ ജീവിതത്തിന് ക്രമപ്പെടുത്തുമ്പോൾ നമ്മളുടെയൊക്കെ ജീവിതം ധന്യമാകുകയാണ്. ഇന്ന് ഞാൻ ഇങ്ങോട്ട് യാത്ര ചെയ്യുന്ന അവസരത്തിൽ ഞാൻ 1-2 വ്യക്തികളുമായിട്ട് എനിക്ക് സംസാരിക്കുവാനായിട്ട് സാധിച്ചു. ആ വ്യക്തികൾ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: പിതാവേ, ഞാൻ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ യേശുവിനെ പറഞ്ഞു കൊടുക്കുവാനായിട്ട് എനിക്ക് ഒത്തിരിയേറെ ആഗ്രഹം എൻ്റെ മനസ്സിലുദിച്ചു. എൻ്റെ സഹപാഠികൾക്ക്, എൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് സാധിച്ചു. ഞാൻ ആ വ്യക്തിയുടെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്, ആ സഹോദരൻ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ യേശുവിനെ പറഞ്ഞു കൊടുക്കുവാനായിട്ട് വെമ്പൽ കൊള്ളുകയാണ്. അദ്ദേഹം എത്രയോ വലിയൊരു മിഷണറിയാണ്. വേറെ ഒരു വ്യക്തി പറഞ്ഞു, ഞാൻ യേശുവിനെ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ, ഒരു ധ്യാനത്തിൽ കൂടി അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി ഞാനും പോയി ഒരു കവലയിൽ നിന്ന് യേശുവിനെ പ്രഘോഷിക്കണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്ട്രീറ്റിൽ പോയി നിന്ന് പ്രസംഗിച്ചു യേശുവിനെക്കുറിച്ച്. അദ്ദേഹത്തിനാൽ കഴിയുന്ന രീതിയിൽ ഒരു മിഷണറി പ്രവർത്തനം നടത്തി. അരുണാചലിൽ ഞാൻ പറഞ്ഞല്ലോ, അരുണാചൽ എന്ന സംസ്ഥാനത്ത് 3 പതിറ്റാണ്ട് കാലം മിഷൻ പ്രവർത്തനം നടത്തിയിരുന്നത് അൽമേര. അൽമേർ വഴി പടുത്തുയർത്തിയ ഒരു സഭയാണ് അരുണാചലിലുള്ള ഇറ്റാനഗർ, മിയാവോ എന്ന ഈ 2 രൂപതകൾ. ഇപ്പോൾ പിതാവ് പറയുമ്പോഴൊക്കെ അൽമായരുടെ ഒരു പ്രാധാന്യം, പ്രത്യേകിച്ചും മിഷൻ പ്രവർത്തനങ്ങളിൽ എടുത്തെടുത്ത് പറയുന്നതിൽ കേൾക്കാനായിട്ട് വലിയൊരു സന്തോഷം തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ജീസസ് യൂത്ത് ആ ഒരു മൂവ്മെൻറ്റിലൂടെയൊക്കെ ധാരാളം പേര് ഈ മിഷണറിമാരായിട്ട് വരാനായിട്ട് വലിയൊരു സ്നേഹം കാണിക്കുന്നുണ്ട് ഇപ്പം ഈ സമയം. തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ, ഇന്ന് ഇപ്പോൾ നിങ്ങൾ ശ്രവിക്കുന്ന ഈ ചാനൽ ഷാലോം TV-യുടെ ചാനലാണ്. 30 വർഷക്കാലം മുൻപ് ബെന്നി പുന്നത്തറയ്ക്ക് കിട്ടിയ ഒരു ആത്മീയ അനുഭവത്തിൽ കൂടി ദൈവത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് മാധ്യമങ്ങൾ ഉപയോഗിച്ചു. ഇപ്പം ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു ചാനലായി, ദൈവത്തെ അറിയുവാനും ദൈവത്തെ അറിയിക്കുവാനും സാധിക്കുന്ന ഒരു ചാനലായിട്ട് മാറി. നമുക്കറിയാമല്ലോ, ഫിയാത്ത് മിഷൻ കോൺഗ്രസ്, ഫിയാത്ത് മിഷൻ സീറ്റ്ലി എന്ന് പറയുന്ന വ്യക്തി ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ദൈവത്തെ മറ്റുള്ളവർക്ക് വചനത്തിൽ കൂടി പകർന്നു കൊടുക്കുക എന്ന ആ ഒരൊറ്റ ബോധ്യത്തിൽ കൂടി അനേക ലക്ഷം ആളുകളെ അറിയിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ പല വ്യക്തികളും ഒരു ദൈവ അനുഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആ ദൈവ അനുഭവം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു. നാം ക്രിസ്തീയരായ ഓരോരുത്തരും പങ്കുവെക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. നമ്മളുടെ ഈ ദൈവ അനുഭവം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. കാരണം നാം മാമോദീസ സ്വീകരിക്കുമ്പോൾ വൈദികൻ വെള്ളമെടുത്ത് നമ്മുടെ തലയിൽ ഒഴിച്ചുകൊണ്ട് ചെല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്. മാത്യു അല്ലേ പേര്? മാത്യു, ഐ ബാപ്റ്റൈസ് യു ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ ആൻഡ് ഓഫ് ദ സൺ ആൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആ ബാപ്റ്റിസം കഴിഞ്ഞതിന് ശേഷം ആ വൈദികൻ ഒരു തൈലമെടുത്ത് മാത്യുവിൻ്റെ തലയിൽ പരട്ടിക്കൊണ്ട് ചെല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്. ഐ അനോയിൻറ്റ് യു വിത്ത് ദി ഓയിൽ ഓഫ് ക്രിസം ആസ് ക്രൈസ്റ്റ് വാസ് അനോയിൻറ്റഡ് പ്രീസ്റ്റ്, പ്രോഫറ്റ് ആൻഡ് കിങ്. ഞാൻ നിന്നെ ഈ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. 3 കാര്യങ്ങൾ നിർവഹിക്കുവാനായിട്ട് നിന്നെ ഒരു പുരോഹിത ഗണമായിട്ട് നിന്നെ വേർതിരിച്ചിരിക്കുക. പുരോഹിത ഗണം എന്ന് വെച്ചാൽ നിൻ്റെ ജീവിതം ഒരു പവിത്രമായ ഒരു ജീവിതമായി മാറണം. കാരണം നീ ഒരു തിരുസഭയുടെ അംഗമാകുന്നു, നീ യേശുവിൻ്റെ ഒരു ജനമാകുന്നു, നീ യേശുവിലേക്ക് അടുക്കുന്നു. ആ യേശുവിൻ്റെ അടുക്കിലേക്ക് അടുക്കും തോറും നാം യേശുവിനെ അറിയിക്കുവാനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുക ഒരു പുരോഹിത ഗണം. രണ്ടാമത്തെ ഒരു പ്രവാചകൻ്റെ ദൗത്യം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുക. പ്രവാചകൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ പ്രോഫറ്റ് ഈസ് ദ വൺ ഹു സ്റ്റാൻഡ്സ് ഫോർ ജസ്റ്റിസ് ആൻഡ് ട്രൂത്ത്. ഒരു പ്രവാചകൻ്റെ ദൗത്യം നാം എപ്പോഴും സത്യസന്ധമായ രീതിയിൽ സഭയ്ക്ക് വേണ്ടിയും ഈ
നമ്മളുടെ മക്കൾക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടി നിലകൊള്ളുന്ന ഒരു മനുഷ്യനാകണം, ഒരു വ്യക്തിയാകണം. മൂന്നാമത് ആയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നാം ഒരു രാജാവിൻ്റെ ദൗത്യം ഏർപ്പെടുത്തുവാനായിട്ടാണ്. രാജാവ് എന്ന് വെച്ചാൽ നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്ന വ്യക്തികളാകുക, കരുതുന്നവർ. അത് തന്നെയാണ് യേശു നമ്മെ പഠിപ്പിച്ചത്. യേശുവിൻ്റെ പഠനം, യേശു നമ്മളെ പഠിപ്പിച്ചത് 10 കൽപ്പനകൾ 2 കൽപ്പനകളാക്കി ചുരുക്കി സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുക ചെയ്ത്. ക്രിസ്തീയ വിശ്വാസം ഇത് തന്നെയാണ് എല്ലാവരെയും പഠിപ്പിക്കുന്നത്. നാം യേശുവിനെ സ്നേഹിക്കുന്നു, എല്ലാവരെയും സ്നേഹത്തിൽ കൂടി നയിച്ച് യേശുവിലേക്ക് അടുപ്പിക്കുന്നു. അതാണല്ലോ നമ്മളുടെയൊക്കെ മൂല്യം. പിതാവ്, ഇതിനിടയിൽ ഒരു ചോദ്യം ചോദിക്കാൻ തോന്നുവാണ്. പിതാവ് ഒരു വൈദികനാകാനുള്ള ഒരു ആഗ്രഹം ആദ്യമായിട്ടുണ്ടായ ഒരു സാഹചര്യം, കുടുംബത്തിന് അതിനോടുള്ള ഒരു പ്രതികരണം, കുടുംബ പശ്ചാത്തലം, ഇതൊക്കെ ഒന്ന് വിവരിക്കാമോ? 7, 8, 9, 10 ഈ 4 വർഷം ഞാൻ പഠിച്ചത് എൻ്റെ വീട്ടിൽ വടാട്ടുപാറയിൽ നിന്നും കീരമ്പാറ എന്ന സ്ഥലത്ത് പോയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. എല്ലാ ശനിയാഴ്ചയും ഞാൻ പള്ളിയിൽ പോകും. പള്ളിയിൽ പോകുമ്പോൾ അച്ഛന്മാർ കാപ്പയൊക്കെ ഇട്ട് ത്രൂ ദ ഐൽ അവർ നടന്ന് അൾത്താരയിലേക്ക് നടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർക്കാറുണ്ട്, ഞാൻ വലുതാകുമ്പോൾ ഞാനും ഇതുപോലെ കാപ്പയൊക്കെ ഇട്ട് യേശുവിന് സമർപ്പിച്ച് ഞാനും ഒരു വൈദികനാകുവാനായിട്ട് എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു. അതിനുശേഷം 10ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു നല്ല ഒരു വിശുദ്ധനായ ഒരു വൈദികൻ്റെ കൂടെയായിരുന്നു താമസിച്ചിരുന്നത്. അച്ഛൻ്റെ പേരാണ് ഫാദർ ബീഡ് CMI. ചെങ്കര നിർമ്മൽ ഗ്രാം റിട്രീറ്റ് സെൻറ്ററിൽ 1985, 86 കാലഘട്ടങ്ങളിൽ ഞാൻ അവിടെ നിന്നുകൊണ്ട് എല്ലാ ദിവസവും 4-4.5 കിലോമീറ്റർ നടന്ന് എൻ്റെ സ്കൂളിൽ പോകുമായിരുന്നു. ഈ അച്ഛൻ്റെ ജീവിതം കണ്ട് എന്നെ ഒത്തിരിയേറെ സ്വാധീനിച്ചു. വളരെ വിശുദ്ധമായ ഒരു ജീവിതം, ഒരു സമർപ്പിത ജീവിതം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആ ചെറുപ്രായത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, എനിക്കും ഒരു വൈദികനാകാൻ കൊള്ളാം. അന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ ജ്യേഷ്ഠൻ സെമിനാരിയിലാണ്. ജ്യേഷ്ഠൻ CMI സഭയുടെ അംഗമാണ്. സണ്ണി പുൽപ്പറമ്പിൽ ഇടത്തട്ടയിൽ CMI. അച്ഛൻ ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നത് തൊടുപുഴയിലുള്ള കൊടുവേലി എന്ന ആശ്രമത്തിലാണ്. അത് കൂടാതെ എൻ്റെ 2 സഹോദരിമാരും സിസ്റ്റേഴ്സാണ്. ധാരാളം ദൈവവിളികൾ. ഞങ്ങൾ 4 പേരേ ഉള്ളൂ. ഞങ്ങൾ 9 മക്കളാണ് വീട്ടിൽ. 9 മക്കളിൽ 4 പേര് സേവനമനുഷ്ഠിക്കുവാനായിട്ട്. ഒരു ചേച്ചി ബോംബെയിൽ ഡോട്ടേഴ്സ് ഓഫ് സെയിൻറ്റ് പോൾ കോൺഗ്രിഗേഷനിൽ സേവനമനുഷ്ഠിക്കുന്നു. എൻ്റെ നേരെ മൂത്ത ചേച്ചിയുടെ പേര് അനിറ്റ എന്നാണ്. ചേച്ചി ആരാധന മഠത്തിലെ ഒരംഗമാണ്. ഇപ്പോൾ നാഗാലാൻഡിൽ സെയിൻറ്റ് ജോസഫ്സ് കോളേജിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിപ്പിക്കുന്നു. അവിടുത്തെ മഠത്തിലെ മദറാണ്. അപ്പോൾ ഞങ്ങൾ 4 പേരുണ്ട് വീട്ടിൽ നിന്ന് സമർപ്പിതരും ആയിട്ട് പോയിരിക്കുന്നത്. ഞങ്ങൾ 9 മക്കളാണ്. എൻ്റെ വീട്ടിൽ ദിവസവും ഉള്ള സന്ധ്യാ പ്രാർത്ഥന, ഒരു അച്ചടക്കത്തോടുകൂടിയുള്ള ഒരു ജീവിതം, മാതാപിതാക്കളുടെ ഒരു ശിക്ഷണത്തോടുകൂടി ഉള്ള ഒരു വളർത്തൽ, ഇതൊക്കെ എന്നെ ഒത്തിരിയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സഹപാഠികളും എൻ്റെ ഗ്രാമത്തിലുള്ള ആളുകളും, ഞാൻ പറഞ്ഞല്ലോ വടാട്ടുപാറ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ ആളുകൾ ജീവിക്കുമ്പോൾ ഞങ്ങൾ ഒത്തിരി ഒരുമയോടും ഒത്തൊരുമിച്ച് കൂടി ജീവിക്കുന്ന ഇതാണ്. ഈ എല്ലാ സാഹചര്യങ്ങളും എന്നെ അനുകൂലിച്ച് ഒരു വൈദികനാകുവാനായിട്ട് എനിക്ക് സാധിച്ചു. അതിന് ഈ കർത്താവിന് നന്ദി പറയുന്നു. അങ്ങനെ ഒരു നല്ലൊരു അവസരം തന്നതിന് ഓർത്ത് ദൈവത്തിന് മഹത്വപ്പെടുത്തുന്നു. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു യുവജനങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ യുവജനങ്ങളുടെ ഒരു വിശ്വാസ തീഷ്ണത മങ്ങിപ്പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു വിശ്വാസം പ്രചരിപ്പിക്കാനായിട്ട് യുവാക്കൾക്കൊക്കെ ആകർഷകമായിട്ടുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയും അതേപോലെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുമൊക്കെ ഉപയോഗപ്പെടുത്തേണ്ടതല്ലേ എന്നുള്ളൊരു ചിന്ത? തീർച്ചയായിട്ടും നമ്മളുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഒത്തിരിയേറെ സോഷ്യൽ മാധ്യമങ്ങളിൽ കൂടി നമുക്ക് യേശുവിനെ പറഞ്ഞു കൊടുക്കുവാനും യേശുവിനെ അറിയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. വിഷ്വൽ മീഡിയ, റിട്ടൺ ടെക്സ്റ്റ്, അതുപോലെ തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒത്തിരി നല്ല കാര്യങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടി നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. യുവജനങ്ങളിൽ ഉള്ള
തീഷ്ണത മങ്ങിപ്പോയിട്ടുണ്ട് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വെരി ഗുഡ്. ഞാൻ എൻ്റെ രൂപതയിൽ ചെന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ചെയ്തത് ഞാൻ എൻ്റെ രൂപതയെ അറിയുവാനായിട്ടായിരുന്നു. ഞാൻ രൂപതയെ അറിയുവാനായിട്ട് എൻ്റെ രൂപതയിലുള്ള എല്ലാ ഇടവകകളിലും ഞാൻ പോയി. 56 ഇടവകകളുണ്ട്. ഞാൻ ആദ്യം ഈ സന്ദർശനത്തിൻ്റെ വേളയിൽ ഞാൻ ഓർത്തതാണ്, എൻ്റെ രൂപതയിലുള്ള ആളുകളെ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരിക. അതാണ് എൻ്റെ ആദ്യത്തെ കടമ. രണ്ടാമതായിട്ട് ഞാൻ തിരഞ്ഞെടുത്തത് എൻ്റെ രൂപതയിലുള്ള യുവജനങ്ങൾ ഗ്രാമങ്ങളിൽ നിന്നും ടൗൺ ഏരിയകളിലോട്ട് വരികയാണ്. കാരണം അവർക്ക് പഠന ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഫോർ ദ ഫ്യൂച്ചർ, അവരുടെ ഫ്യൂച്ചർ നോക്കാനായിട്ട് ഗ്രാമങ്ങളിൽ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങോട്ട് വരും. അപ്പോൾ എങ്ങനെയാണ് ഈ യുവജനങ്ങളെ നമുക്ക് ചേർത്ത് പിടിച്ച് അവർ വഴി സഭയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നല്ല മുൻപത്തിയിലോട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ നോക്കിയാണ്. ഞാൻ പല മേഖലകളിലും ഞാൻ ചെന്ന് നോക്കിയിട്ടുണ്ട്. പല യൂത്ത് മൂവ്മെൻറ്റ്സിൽ കണ്ടിട്ടുണ്ട്. യൂത്ത് ദേ ആർ വെരി ആക്റ്റീവ്. ഗിവ് ദം ദ റെസ്പോൺസിബിലിറ്റി, ട്രസ്റ്റ് ദം ആൻഡ് ദെൻ എൻട്രസ്റ്റ്. അത് വളരെ പ്രധാനപ്പെട്ടാണ്, അവരെ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മളുടെ യുവജനങ്ങളെ വി നീഡ് ടു ട്രസ്റ്റ് our young people so that we can entrust them with a greater responsibility. Sure. That's what I feel, and I am sure our youth can do much better things, and we should not be limited only to this area. നമ്മൾ ഇവിടെ മാത്രം ലിമിറ്റ് ചെയ്യരുത്. Now through our youth movements the church should continue to lead and continue to lead the faithful. പിതാവിൻ്റെ ഇത്തരത്തിലുള്ള ആശയങ്ങൾ, കാഴ്ചപ്പാടുകളൊക്കെ പ്രത്യേകിച്ചും യുവജനങ്ങൾക്ക് വലിയൊരു സന്തോഷവും ഉണർവും നൽകുന്നതാണ്. പിന്നെ പിതാവ് തന്നെ വളരെ യുവാവായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ വളരെ ചുരുക്കം പേരെ ഇത്രയും ഒരു പ്രായം കുറഞ്ഞ പിതാക്കന്മാരായിട്ട് കണ്ടിട്ടുള്ളൂ. അപ്പം പിതാവിൻ്റെ ഒരു ജീവിതം, അതേപോലെ തന്നെ ചിന്തകൾ ഒക്കെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട വ്യക്തികളെ ഒന്ന് ഓർത്തെടുക്കാനായിട്ട് സാധിക്കുമോ? എൻ്റെ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ച ഒത്തിരി പേരെ ആളുകളുണ്ട്. ആദ്യമായിട്ട് എൻ്റെ മാതാപിതാക്കളാണ്. എൻ്റെ അപ്പച്ചനും എൻ്റെ അമ്മച്ചിയും. അപ്പച്ചനും അമ്മച്ചിയും അധികമൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അപ്പച്ചൻ ഒരു കൃത്യനിഷ്ഠതയുള്ള ഒരു മനുഷ്യനായിരുന്നു. എൻ്റെ അമ്മച്ചി ഒത്തിരി വാത്സല്യത്തോടുകൂടി മക്കളെ എല്ലാം നോക്കി അവരവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് അമ്മച്ചിയാണ്. എൻ്റെ അമ്മച്ചി മരിച്ച് 36 വർഷം മുമ്പ് മരിച്ചു പോയി. അപ്പച്ചൻ മരിച്ചിട്ട് 10 വർഷമായി. ഏറ്റവും എന്നെ സ്വാധീനിച്ചത് എൻ്റെ അപ്പച്ചനും അമ്മച്ചിയാണ്. രണ്ടാമത് എന്നെ സ്വാധീനിച്ച എൻ്റെ ഗുരുഭൂതന്മാരാണ്. ഞാൻ ചെറുപ്പത്തിലേ പഠിക്കുന്ന അവസരത്തിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ചൊരു വ്യക്തി ഉണ്ടായിരുന്നു. ഞാൻ വിളിക്കുന്ന കാക്കനാട്ടെ ജോർജ് സാറ്. കഴിഞ്ഞ വർഷം മരിച്ചുപോയി. ജോർജ് സാറ് മരിച്ചു പോയി. ജോർജ് സാർ എന്നെ പഠിപ്പിച്ചതാണ് ചെറുപ്പത്തിലെ. പക്ഷേ ആ ബാല്യകാലത്തിൽ ഞാൻ അനുഭവിച്ച ആ സ്നേഹം, അദ്ദേഹത്തിൽ കൂടി എനിക്ക് അനുഭവപ്പെട്ട ആ സ്നേഹം എന്നെ ഒത്തിരി മറക്കാൻ പറ്റാത്ത ഇതാണ്. അതിനുശേഷം ഞാൻ സെമിനാരിയിൽ പോയി കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഗുരുഭൂതന്മാരാണ്. പ്രത്യേകിച്ചും ജോസ് മുക്കാല പിതാവ് എന്ന് പറയുന്ന പിതാവാണ് എന്നെ കേരളത്തിൽ നിന്നും നാഗാലാൻഡിലുള്ള കൊഹിമ രൂപതയിലേക്ക് കൊണ്ടുപോയ പിതാവാണ്. ആ പിതാവ് എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. അതിനുശേഷം എന്നെ സ്വാധീനിച്ച വേറൊരു വ്യക്തിയാണ് ബിഷപ്പ് ജെയിംസ് തോപ്പിൽ പിതാവ്. അദ്ദേഹം ഞാൻ സേവനമനുഷ്ഠിച്ചിരുന്ന രൂപതയുടെ മെത്രാനാണ്, ഇപ്പോഴും മെത്രാനാണ്, അവിടെ സേവനമനുഷ്ഠിക്കുന്നു. അതുപോലെ എൻ്റെ സഹപാഠികൾ, എപ്പോഴും താങ്ങും തണലുമായി എന്നോടൊപ്പം നിന്ന സഹപാഠികൾ, ഗുരുഭൂതന്മാർ, ഇവരൊക്കെയാണ് എന്നെ സ്വാധീനിച്ചിരിക്കുന്ന വ്യക്തികൾ എൻ്റെ ജീവിതത്തിൽ. ഈ സമയത്ത് സഭയിലെ വൈദികരോടും സന്യസ്തരോടും പിതാവിന് എന്താണ് പറയാനുള്ളത്? സഭയിലുള്ള വൈദികരോടും സമർപ്പിതരോടും പറയുവാനുള്ളത്, നമ്മളുടെ സഭയെ ചേർത്ത് പിടിച്ച് നമ്മളുടെ എല്ലാവരെയും ഒന്നായിട്ട് കൂട്ടുപിടിച്ച് മുൻപോട്ട് നയിക്കുക. കാരണം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം വളരെ വലുതാണ്. നാം ദൈവത്തെ അല്ല തിരഞ്ഞെടുത്തത്, പക്ഷെ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഒരു പ്രത്യേക കാര്യം ചെയ്യുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത ഓരോ വ്യക്തികളുമാണ് പുരോഹിതഗണവും സമർപ്പിതരും. അപ്പോൾ ഓരോ പുരോഹിതനും ഓരോ സമർപ്പിതരും നമ്മളുടെ വിശ്വാസികളെല്ലാം ചേർത്ത് പിടിച്ച് മറ്റുള്ളവരെ കൂടി ഒന്നിച്ച് നല്ല മാർഗത്തിൽ കൂടി നയിച്ച് കൊണ്ടുപോവുക എന്നതാണ് പറയുവാനുള്ളത്. എന്നും
നമ്മളുടെ അൽമേയർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശരി. അത് ആവശ്യമാണ്. ഓ. അതുപോലെ തന്നെ അൽമേയർ എന്നും പുരോഹിതർക്കും സമർപ്പിതർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. പിന്നെ തീർച്ചയായിട്ടും നമുക്കറിയാം ബുക്ക് ഓഫ് എക്സഡസിൽ നല്ലൊരു കഥയുണ്ട്. മോശ ഇസ്രായേൽ ജനത്തിനു വേണ്ടി കൈവിരിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇസ്രായേൽ ജനത മുൻപോട്ട് പോകുന്ന വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു ഭാഗം നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. ശരിയാണ്. മോശയുടെ കൈകൾ എപ്പോഴെല്ലാം താന്നു പോയോ ഇസ്രായേൽ ജനത താന്നുകൊണ്ടിരുന്നു. ശരിയാണ്. മോശയുടെ കൈകൾ മോശയുടെ സഹോദരൻ്റെ കൂട്ടുകാരനും കൂടി കൈകൾ പൊക്കിപ്പിടിച്ച് ഇസ്രായേൽ ജനത ജയിക്കുന്നവരെ പൊക്കിപ്പിടിച്ചു കൊണ്ടിരുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. ഇന്ന് സമർപ്പിതരും പുരോഹിതരും മെത്രാനച്ചന്മാരും നമ്മളെല്ലാവരും നമ്മളുടെ ജനത്തിന് വേണ്ടി കൈകൾ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ ജനത മുൻപോട്ട് നയിക്കപ്പെടും. അതുപോലെ തന്നെ അൽമേയരായ ഓരോ വ്യക്തികളും പുരോഹിതഗണത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കൈകൾ എപ്പോൾ താഴുന്നുവോ അപ്പോൾ നിങ്ങളുടെ പുരോഹിതരും സമർപ്പിതരും താഴും. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് പറയുവാനുള്ളത്, ഇറ്റ് ഈസ് എ two-way process. റെസിപ്രോക്കൽ. Once you put a bridge, we should be able to go forward as well as backward. അപ്പോൾ നമ്മൾ അങ്ങോട്ട് മുൻപോട്ടും പുറകോട്ടും പോകുവാനായിട്ടാണ് ഒരു ബ്രിഡ്ജ് ഇടുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളുടെ കണക്ഷൻ. We should pray for each other. As you said, reciprocity is very, very important. പിതാവേ, ഈ ഒരു സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കുടുംബങ്ങളിലൊക്കെ വലിയ അസ്വസ്ഥതകളുണ്ട്, കലഹങ്ങളുണ്ട്. ക്രൈസ്തവ വിശ്വാസം ഈ കുടുംബ കലഹങ്ങളെ പരിഹരിക്കാനായിട്ട് എത്രമാത്രം പ്രാപ്തമാണ് എന്നാണ് പിതാവ് ചിന്തിക്കുന്നത്? നമ്മളുടെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകാറുണ്ട്, കലഹങ്ങളുണ്ടാകാറുണ്ട്. പക്ഷേ നമ്മൾ എല്ലാം ഈ കലഹങ്ങളിലും പ്രശ്നങ്ങളിലും മാത്രം ഒതുങ്ങി ജീവിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുന്നില്ല. ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം അത് ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നാം മുന്നേറുമ്പോഴാണല്ലോ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുന്നത്. ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത കുടുംബങ്ങൾ ഇല്ല എന്ന് തന്നെ നമുക്കറിയാമല്ലോ. എന്തെങ്കിലും രോഗമായിക്കോട്ടെ, കലഹമായിക്കോട്ടെ, സിമ്പിൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മുടെ കുടുംബങ്ങളിലുണ്ടായ പ്രശ്നങ്ങളാണ്. ചിലപ്പോൾ നമുക്ക് പോവർട്ടി ആയിരിക്കാം, ബുദ്ധിമുട്ടായിരിക്കും, വീടുകളിലൊക്കെ ദാരിദ്ര്യമായിരിക്കാം. പക്ഷെ ഇതെല്ലാം പ്രശ്നങ്ങളാണ്. പക്ഷെ പ്രശ്നങ്ങളിലെല്ലാം we should be able to find a ray of hope. We should not limit ourselves to the problems, but every problems should be a possibility for growth. So the moment you are able to see the possibility in the problem, then we achieve what you want. And for that we need to have Christ should be the center of our life. വലിയ പ്രത്യാശ എന്ന് പറയുന്നത് ഈശോയാണ്. ഈശോയിൽ നമ്മളുടെ ജീവിതം സമർപ്പിച്ച് കഴിയുമ്പോൾ നമ്മളുടെ പ്രോബ്ലം എല്ലാം ഒരു പോസിബിലിറ്റി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ ബോധ്യവും എൻ്റെ ആശയവും. അങ്ങനെയാണ് പറയുന്നത്. ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ വലിയ മിഷൻ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ, അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലൊക്കെ പിതാവിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ധാരാളം അനുഭവങ്ങൾ പിതാവിനുണ്ടായി കാണും അല്ലേ? അപ്പം ഹൃദയത്തിൽ ടച്ച് ചെയ്ത ഒരു ഇൻസിഡൻറ്റ് പ്രേക്ഷകരോടൊന്ന് പങ്കുവയ്ക്കാം. ഞാൻ ചെറുപ്രായം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ 56 വയസ്സ് കഴിഞ്ഞു. ചെറുപ്രായമൊന്നുമല്ല. 36 വർഷം എൻ്റെ പഠനവും അതുപോലെ തന്നെ പ്രവർത്തനവും നാഗാലാൻഡിലുള്ള കൊഹിമ എന്ന രൂപതയിലായിരുന്നു. 36 വർഷം. 3 വർഷമായി അരുണാചലിലുള്ള ഇറ്റാനഗർ എന്ന രൂപതയിൽ. അപ്പോൾ 39 വർഷം നോർത്ത് ഈസ്റ്റിലായിരുന്നു എൻ്റെ പഠനവും സേവനവും. അപ്പോൾ അത് ഒരു നല്ലൊരു ദൈർഘ്യമേറിയ സമയമാണ്, ചെറുപ്രായമൊന്നുമല്ല. എനിക്ക് ഉണ്ടായ നല്ല അനുഭവങ്ങൾ, ഒത്തിരി അനുഭവങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും എന്നെ ടച്ച് ചെയ്ത അനുഭവം ഞാൻ 2000-ലുള്ള ഈസ്റ്ററിൻ്റെ അനുഭവമായിരുന്നു. ഞാൻ ഈസ്റ്ററിന് 1998 മുതൽ 2002 വരെ ട്വൻസാങ് എന്ന് പറയുന്ന സ്ഥലത്ത് സെയിൻറ്റ് തോമസ് ദേവാലയത്തിൽ അവിടെ അസിസ്റ്റൻറ്റ് വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുകയായിരുന്നു. അപ്പോൾ 2000 ഞാൻ
യുക്കും സാങ് എന്ന് പറയുന്ന ചൈനയിലാണോ? അല്ല, യുക്കും സാങ് എന്ന് പറയുന്നത് നാഗാലാൻഡിലാണ്. നാഗാലാൻഡ് നാഗാലാൻഡിലുള്ള സ്ഥലമാണ്. ഞാൻ അവിടെ കുർബാന അർപ്പിക്കുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ ഇടവകയിൽ നിന്ന് 58 കിലോമീറ്റർ പോകണം. ഏകദേശം 40 കിലോമീറ്റർ വണ്ടിയിൽ പോയിട്ട് 18 കിലോമീറ്റർ നടന്നാലാണ് ആ ഗ്രാമത്തിലെത്തുകയുള്ളൂ. പക്ഷേ അന്ന് മഴ പെയ്തത് മൂലം എനിക്ക് നടന്നു പോകാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കാട്ടിലുള്ള വഴിയിൽ കൂടി വണ്ടിയായിട്ട് പോവുകയാണ്. പക്ഷേ ഞങ്ങൾ ചെന്നെത്തിയത് വേറൊരു പുതിയൊരു ഗ്രാമത്തിലായിപ്പോയി. പക്ഷേ ഞങ്ങൾ ചെല്ലുന്ന വണ്ടിയുടെ ഒച്ച കേട്ടുകൊണ്ട് ഒരുത്തൻ ഓടി വന്നു. അവൻ കത്തോലിക്കനായിരുന്നു. അവൻ്റെ പേര് ഹ്യൂബർട്ട് എന്നാണ്. ഞങ്ങളുടെ ഒരു അച്ഛൻ്റെ ജ്യേഷ്ഠനാണ്. അവിടെ സ്കൂളിൽ പഠിപ്പിക്കുകയായിരുന്നു ആ ഗ്രാമത്തിൽ. അപ്പോൾ അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞാൻ ഹ്യൂബർട്ടിനോട് ചോദിച്ചു, ഹ്യൂബർട്ടെ, ഇനി ഈ യുക്കും സാങ് വില്ലേജിൽ പോകണമെങ്കിൽ, ഈ ഗ്രാമത്തിൽ പോകണമെങ്കിൽ എത്ര ദൈർഘ്യമുണ്ട്? അദ്ദേഹം പറഞ്ഞു, ഇനി വണ്ടി ഇവിടുന്ന് യുക്കും സാങ്ങിലോട്ട് പോകാൻ പറ്റുകയില്ല, 4 മണിക്കൂർ നടന്നാൽ ആ ഗ്രാമത്തിലെത്താം. പക്ഷെ ഞാൻ ഓർത്തു, ആ ഒരു വ്യക്തി ആ ഒരു ഗ്രാമത്തിലുണ്ടല്ലോ, ആ ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ കുർബാന അർപ്പിക്കും. ആ ഈസ്റ്റർ ഞാൻ യുക്കും സാങ്ങിലോട്ട് ഞങ്ങൾ മെസ്സേജ് വിട്ടു, ഞങ്ങൾ വരികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ നിന്ന് ലോങ്താങ് എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഞാൻ ഈസ്റ്ററിൻ്റെ ബലി അർപ്പിക്കുകയാണ്. ഒരു കത്തോലിക്കനുമായിട്ട്, ഒരു വ്യക്തിയുമായിട്ട്. കത്തോലിക്ക വിശ്വാസത്തിൽ ഞാൻ അപ്പോൾ കുർബാന അർപ്പിക്കുന്ന സമയത്ത് ഇതെന്നെ ഞാൻ എന്തായി കാണിക്കുന്നതെന്ന് കാണുവാനായിട്ട് മറ്റ് ആളുകൾ വന്ന് കൂടിയിരിക്കുക. അപ്പോൾ ഞാൻ നിലത്തിരുന്ന് കുർബാന ചെല്ലുന്നത്. ഒരു ചെറിയൊരു സ്റ്റൂളുണ്ട്. ആ സ്റ്റൂളയിൽ പുസ്തകമൊന്നും വെക്കാനുള്ള സ്ഥലമില്ല. ആകെ മൊത്തം കാസായും പിലാസായും ഒരു കുരിശും ചെറിയൊരു ക്രോസും മാത്രം വെച്ച് ഞാൻ നിലത്തിരുന്ന് കുർബാന ചെല്ലുക. കുർബാന ഇത് ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് അറിയുവാനായിട്ടൊരു 14-15 പേര് കൂടിയിട്ടുണ്ട്. ഹ്യൂബർട്ടിൻ്റെ ഭാര്യയുണ്ട്, ഒരു കൊച്ചുമുണ്ട്. അപ്പോൾ ഞാൻ കുർബാന മധ്യേ ഞാനിതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. ഞാൻ കുർബാന ചൊല്ലിക്കഴിഞ്ഞ ഉടനെ തന്നെ ഇവർ എന്നെയും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്ററിനെയും കൂടി കൂട്ടി അവരുടെ ഗ്രാമത്തിലെ അവരുടെ കൗൺസിൽ ഹാളുണ്ട്, അവിടെ കൊണ്ടുപോയി ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എന്തിന് ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്നു? ഞാൻ അവിടെ നിന്ന് അവരുടെ ഭാഷയിൽ പ്രസംഗിക്കുവാനായിട്ട് തുടങ്ങി. ഞാൻ തുടങ്ങിയത് ഇങ്ങനെയാണ്: നീദർ യു കോൾഡ് മീ നോർ ഐ കെയിം ടു യുവർ വില്ലേജ്, ബട്ട് ഇറ്റ് വാസ് ദ ലോർഡ് ഹു ബ്രോട്ട് മീ ടു ദിസ് പ്ലേസ്. നിങ്ങൾ എന്നെ വിളിച്ചതല്ല, ഞാൻ ഇവിടെ വന്നതല്ല, പക്ഷെ ദൈവമാണ് എന്നെ ഈ ഗ്രാമത്തിൽ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് പ്രസംഗിക്കുവാനായിട്ട് തുടങ്ങി. ഒരു 45 മിനിറ്റ് ഞാൻ ആ ഗ്രാമത്തിലുള്ള ആളുകളുമായിട്ട് ഒരു 65-70 ആളുകളോട് സംസാരിച്ചു. ഇന്ന് ആ ഗ്രാമത്തിൽ നിന്ന് നമുക്കൊരു വൈദികനുണ്ട്. ഗ്രേറ്റ്. ആ ഗ്രാമത്തിൽ, ആ ട്രൈബിൽ ഉള്ള ഒരൊറ്റ വൈദികനാണ് ഫാദർ ബെഞ്ചമിൻ ചാങ്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്തു, ദൈവം ഇടപെടുന്നത് പല രീതികൾ കൂടിയാണ്. പിതാവേ, ദൈവത്തിൻ്റെ വഴികൾ എത്ര മനോഹരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയായിരുന്നു. എനിക്കൊന്ന് അവസാന ഒരു ചോദ്യത്തിലേക്ക് എത്തുന്ന സമയമായി ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനായിട്ട്. ഈ ശാലോം പ്രേക്ഷകരോട് പിതാവിന് പറയാനുള്ളത് എന്താണെന്നുള്ളത്? ഞാൻ ശാലോമിൽ എന്നെ ശ്രവിക്കുന്ന ഓരോ വ്യക്തിയോടും പറയുവാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾക്ക് എത്രയോ അവസരങ്ങളാണ് ദൈവത്തെ അറിയുവാനും ദൈവത്തെ അറിയിക്കുവാനുമായിട്ട് ദൈവം നമുക്ക് ഒരുക്കി തരുന്നത്. ആ ദൈവത്തെ അറിഞ്ഞു കഴിയുമ്പോൾ ആ അറിഞ്ഞ അനുഭവം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനായിട്ടാണ് യേശു നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവിക അനുഭവം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക എന്ന ഒരൊറ്റ ഉത്തരവാദിത്തമാണ് ഓരോ ക്രിസ്തീയ വിശ്വാസികൾക്കും ദൈവം നൽകിയിട്ടുള്ളത്. നിങ്ങൾ എന്നെ ശ്രവിക്കുന്ന അവസരത്തിൽ ഞാൻ പറയുവാനുള്ളത്, ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ പല മാധ്യമങ്ങളിൽ കൂടി ദൈവത്തെ അറിയുവാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മൾക്ക് പ്രിൻ്റ് മീഡിയ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദൈവവചനം പഠിക്കുക, ദൈവവചനം വായിക്കുക, ദൈവവചനം അറിയുക, ദൈവത്തെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ള ആഗ്രഹം. നമ്മളിൽ കഴിയുന്ന ഓരോ വ്യക്തിയും നമ്മളുടെ ഈ വചനമുണ്ടല്ലോ, ദൈവവചനം, ബൈബിൾ, അടുത്ത തവണ നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം കൊടുക്കേണ്ടത് ഒരു നല്ലൊരു ബൈബിൾ കൊടുക്കുക, ദൈവവചനം കൊടുക്കുക. ദൈവവചനം നമ്മളുടെയൊക്കെ ഹൃദയങ്ങളിൽ പാകിയ ആ വിത്താകട്ടെ ഇനി ഒരു പുതിയ ജീവനും
പുതിയ ഉണർവും നമുക്കുണ്ടാകേണ്ടത് എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്ന് എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഞാൻ ഒത്തിരിയേറെ നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇറ്റാനഗർ എന്ന രൂപതയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇറ്റാനഗർ എന്ന രൂപത സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ എന്ന സംസ്ഥാനത്താണ്. ഇന്ത്യയുടെ ഏറ്റവും വടക്ക് കിഴക്ക് ഭൂട്ടാൻ, ടിബറ്റ്, ചൈന, മ്യാൻമാർ എന്ന ഈ 4 അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു രൂപതയാണ് ഇറ്റാനഗർ എന്ന രൂപത. ഏകദേശം 522 ദേവാലയങ്ങളുണ്ട്. ഇനിയും ദൈവത്തെ അറിയുവാനായിട്ട് ഉള്ള മക്കൾ ഒത്തിരി പേരുണ്ട്. നല്ല ദേവാലയങ്ങൾ പണിയണം, നല്ല സ്ഥാപനങ്ങൾ വരണം നമ്മളുടെയൊക്കെ രൂപതകളിൽ. അതിനു വേണ്ടുന്ന എല്ലാ സഹായങ്ങളും തിരുസഭ നാം ചെയ്യണം. എല്ലാ രൂപതകളും എല്ലാ വിശ്വാസികളും നാം ചെയ്യേണ്ടതാണ് എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി ഞാൻ നിർത്തട്ടെ. ഒത്തിരിയേറെ സന്തോഷം. നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.